CMR എക്സാലോജിക് ഇടപാട് കേസിലെ ഉത്തരവിന് പിന്നാലെ കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി. കൊച്ചിയിൽ ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പഴുതടച്ച അന്വേഷണത്തിന് ഡയറക്ടർ നിർദ്ദേശം നൽകി. തൃപ്തികരമായ അന്വേഷണമെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഇന്ന് ഇഡി ഡയറക്ടറുടെ അടക്കം സാന്നിധ്യം, കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം, പെട്ടെന്ന് ഇഡി നടപടികൾ ഉണ്ടാകുമോ എന്നതുപോലും രാവിലെ ഉണ്ടായ ചോദ്യങ്ങളാണ്. എന്താണ് ഇഡിയുടെ മുന്നിലുള്ളത്? മാധു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഇഡിക്ക് മുന്നിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഹൈക്കോടതി കൂടെ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇഡി ഡയറക്ടറായ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേർന്നിരുന്നു. ഒന്ന് ഉന്നതതല യോഗമാണ്. ഈ ഉന്നതതല യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് അന്വേഷണം തൃപ്തികരമാണെന്നുള്ള വിലയിരുത്തലിലേക്കാണ് അദ്ദേഹം എത്തിയത്. അതിന് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങളും ഇതോടൊപ്പം തന്നെ വീണ ടിയുടെ അടക്കം അക്കൗണ്ടുകൾ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി അടക്കം വിശദമായി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്നാണ് നിലവിലെ അന്വേഷണം തൃപ്തികരമാണ്, അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതോടൊപ്പം തന്നെ ഈ കേസിൽ പഴുതടച്ചുള്ള അന്വേഷണം ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതായത് ഇതിനകം തന്നെ വലിയ മാധ്യമ ശ്രദ്ധ നേടിയ കേസാണ്, വലിയ വിവാദത്തിലായ കേസാണ്. ഈ കേസിൽ കോടതിയിൽ തിരിച്ചടി നേരിട്ടാൽ അത് ഇഡിക്ക് വലിയ ക്ഷീണമായി മാറും. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ, പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നുള്ള നിർദ്ദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഈ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് മാത്രമല്ല, CMRL നടത്തിയ മറ്റ് ഇടപാടുകൾ സംബന്ധിച്ചും അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് കേസുകളുടെ അന്വേഷണ പുരോഗതിയും വിലയിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഈ ഡയറക്ടർ തന്നെ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ വീണ ടി അടക്കമുള്ള പ്രതികൾക്ക്, അതായത് ശരണസ് കർത്ത അടക്കമുള്ള പ്രതികൾക്ക് ഉടൻ തന്നെ നോട്ടീസ് അയക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വീണ ടിയുടെ ഒരു ലോക്കർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് നേരത്തെ HDFC ബാങ്കിലെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നതാണ്. ആ അക്കൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള ലോക്കർ ഉടനെ തന്നെ രാവിലെ ഷോൺ ജോർജ് ഒക്കെ പ്രതികരിക്കുന്ന സമയത്ത് അബുദാബിയിലെ അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും, അതിലേക്കൊക്കെ അന്വേഷണം കടന്നുപോകുമെന്ന് അടക്കമുള്ള ചില ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്.